ഹായ് എവരിവൺ, വെൽക്കം ടു ഈസിറ്റ് ബി അക്കാഡമി. നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന റെയിൽവേയുടെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേന്ദ്ര സർക്കാരിനെ കീഴിൽ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന SSC പരീക്ഷകൾക്ക് പഠിക്കുന്നത് പോലെ തന്നെ റെയിൽവേ പരീക്ഷകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാറുണ്ട്. പിന്നെ റെയിൽവേയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ നടത്തുന്നത്, വളരെ പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ നടത്തുന്നത്, പറഞ്ഞ രീതിയിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് എക്സാമിനേഷൻ എല്ലാം നടത്തി കഴിയുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ് മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, SSC ഒക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തി പോവുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്നതാണ് നോട്ടിഫിക്കേഷൻസും അതിന്റെ ഈ പറയുന്ന റിസൾട്ടുകളും എല്ലാം തന്നെ ഈ പറയുന്ന ALPയുടെ ആയിക്കോട്ടെ, ഈ പറയുന്ന മറ്റ് പരീക്ഷകളുടെ ആയിക്കോട്ടെ വളരെ പെട്ടെന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവര് അതിന്റെ ഈ പറയുന്ന അതിന്റെ പ്രോസസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, വളരെ പെട്ടെന്ന് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ റെയിൽവേ മിനിസ്റ്ററായിട്ടുണ്ടായിരുന്ന അശ്വനി വൈഷ്ണവ് അത് ഈ പറയുന്ന രീതിയിൽ ഒരു ഒരു കോൺഫറൻസ് ഒക്കെ മറ്റേ ശേഷം കൂടിയതിനു ശേഷം ഇതുവരെ ഈ പറയുന്ന രീതിയിൽ 02/2024 മുതൽ ഈ പറയുന്ന 2024 മുതൽ 25 വരെയുള്ള ഈ പറയുന്ന രീതിയിൽ പ്രധാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസും അതിനകത്ത് പ്രധാനമായിട്ട് നടന്നിട്ടുണ്ട് അപ്പോയിന്റ്മെന്റുകളും, അതേപോലെ തന്നെ ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള എക്സാമിനേഷൻസിന്റെ മറ്റും വേക്കൻസികളും, അതേപോലെ തന്നെ എന്നായിരിക്കും CBT2 ഉൾപ്പെടെയുള്ള പരീക്ഷകൾ നടക്കാൻ വേണ്ടി പോകുന്ന ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോട്ടീസ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതിനകത്ത് കുറച്ച് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ അപ്ഡേറ്റുകളും എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന 2025-26 വർഷക്കാലത്തിൽ റെയിൽവേ വെച്ച് പ്രധാനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന റെയിൽവേയിലേക്ക് നടന്ന എത്രത്തോളം ഈ പറയുന്ന നിയമനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനകത്ത് ഏകദേശം 43,751 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ റെയിൽവേ ജോലി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ? ഈ 25-26 കാലഘട്ടത്തിന്റെ ഇടയിൽ ഏകദേശം 43,751 പേർക്ക് ജോലി നൽകിയിട്ടുണ്ട്. 18,299 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്സ്, 14,298 ടെക്നീഷ്യൻസ്, 1,376 പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കഴിഞ്ഞ ഫിസ്ക്കൽ ഇയറിൽ എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ്മെന്റുകൾ മറ്റും നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ? അതിന്റെ കൂട്ടത്തിൽ തന്നെ ALP വെച്ച് നോക്കുകയാണെങ്കിൽ 01/2024 ALPയിൽ 18,799 വേക്കൻസികൾ ഉണ്ടായിരുന്നു. ഏകദേശം ഡിസംബർ 2025 കൂടി തന്നെ ഏകദേശം 17,193 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ പറയുന്ന രീതിയിൽ ജോലി നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് അല്ലെ? ഈ പറയുന്ന രീതിയിൽ എംപാനൽ ചെയ്തു എന്നുള്ളതാണ് അല്ലെ? അതിനൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ടെക്നീഷ്യന് അതേപോലെ തന്നെ RPF അല്ലെ, ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ RPF 01/2024 ഈ പറയുന്ന RPF-ലേക്ക് വിളിച്ച നോട്ടിഫിക്കേഷനകത്തും ഏകദേശം 452 വരുന്ന വേക്കൻസികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഈ പറഞ്ഞ ജൂൺ 2026 കൂടി തന്നെ ഏകദേശം 450 പേര് ഈ പറയുന്ന എന്ത് ചെയ്യുന്നു, എംപാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അടുത്തത് കോൺസ്റ്റബിൾ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ RPF 02/2024 വിളിച്ചിട്ടുണ്ടായിരുന്ന RPF കോൺസ്റ്റബിൾ അതിനകത്ത് ഏകദേശം ഈ പറയുന്ന രീതിയിൽ 4,208 വേക്കൻസികൾ ഉണ്ടായിരുന്നു. മാർച്ച് 2026 കൂടി തന്നെ ഏകദേശം 4,205 പേരെ എംപാനൽ ചെയ്യുന്നുള്ളതാണ് അല്ലെ? അത് കൂടാതെ തന്നെ ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ അങ്ങനെ പാരാമെഡിക്കൽ കാറ്റഗറീസിലെല്ലാം തന്നെ ഈ പറയുന്ന എന്താണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ ഈ പറയുന്ന മറ്റ് എക്സാമിനേഷൻസ് മറ്റു കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അവർ പറഞ്ഞ വേക്കൻസികൾ അടുപ്പിച്ചുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ? ഇനി ഈ പറഞ്ഞ രീതിയിൽ പ്രധാനമായിട്ട് ഇനി എക്സാമിനേഷൻ നടത്തിയതും അതേപോലെ തന്നെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതുമായിട്ടുള്ള ഇപ്പൊ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതുമായിട്ടുള്ള എക്സാമിനേഷനെ പറ്റി എന്ത് ചെയ്യുന്നതിനകത്ത് പറയുന്നുണ്ട്. NTPC ഗ്രാജുവേറ്റ് ലെവല് 05/2024 ഏകദേശം 8,113 വേക്കൻസികൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് CBT1 എന്ന് പറഞ്ഞാൽ 5/6/2025 മുതൽ 24/6/2025 വരെ നടത്തി. CBT2 13/10/2025 CBT3 വിച്ച് മീൻസ് ഈ പറയുന്ന രീതിയിൽ CBAT ടൈപ്പിംഗ് ഉള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ 28/10/2025 11/2/2025 എന്ത് ചെയ്തു, നടത്തിയെടുത്തു എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 2026 വരെ നടത്തുകയും അതേപോലെ തന്നെ മെയ് 2026 കൂടി തന്നെ ഓക്കെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊണ്ടുപോയി എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഏകദേശം ജൂലൈ 2026 കൂടി തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, അതിന്റെ റിസൾട്ടും പ്രതീക്ഷിക്കാന്നുള്ളതാണ് അല്ലെ? ഈ പറഞ്ഞ ജൂലൈ മാസത്തോട് കൂടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ, റിസൾട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ NTPC ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്കാണ് ജൂലൈ മാസത്തോട് കൂടി തന്നെ എന്ത് ചെയ്യും, റിസൾട്ട് പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ നീക്കുന്നത്. ഈ NTPC അണ്ടർ ഗ്രാജുവേറ്റ് കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 3,445 വരുന്ന വേക്കൻസികൾ ഉണ്ടായിരുന്നു. 06/2024 കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഏകദേശം 7/8/2025 മുതൽ 9/9/2025 വരെ എന്ത് ചെയ്തു, അവര് പരീക്ഷകൾ നടക്കിയ ഏകദേശം 57 ഷിഫ്റ്റുകളായിട്ട് എന്താണ് 19 ദിവസങ്ങളിലായിട്ടാണ് നടത്തിയെന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളകത്ത് പറയുന്നുണ്ട്. 2025
ഡിസംബർ മാസം 20-ാം തീയതി എന്ത് ചെയ്തു? അവർ പറയുന്ന CBT 2 നടത്തി, 13/2026 CBT 3 നടത്തിയ ശേഷം ഈ പറയുന്ന ജൂൺ അവസാനത്തോടു കൂടി തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവർ ഈ പറയുന്ന രീതിയിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കുക. ഓഗസ്റ്റോട് കൂടി തന്നെ എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിൽ ആളുകളെ എംപാനൽ ചെയ്യുന്നുള്ളത് എന്ത് പ്രധാനം പറഞ്ഞു വെക്കുന്നുണ്ട്. മിനിസ്ട്രിയിൽ മറ്റുമായിട്ട് ഈ പറയുന്ന രീതിയിൽ 07/2024 പ്രധാനമായിട്ട് 1036 വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. CBT 1ഉം 2ഉം കഴിഞ്ഞു. അതായത് ഈ പറയുന്ന രീതിയിൽ ടൈപ്പിംഗ് ടെസ്റ്റ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ജൂൺ അവസാനത്തോട് കൂടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ജൂലൈയോട് കൂടി തന്നെ എന്ത് ചെയ്യും? അതിനുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യും? എംപാനൽ ചെയ്യും. ടെക്നീഷ്യന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഏകദേശം 6238 പേരാണ് എന്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏകദേശം ഈ പറയുന്ന രീതിയിൽ 6/3/2026 മുതലാണ് എന്ത് പരീക്ഷ തുടങ്ങിയത്. അതിനകത്ത് ഈ പറയുന്നത് CBT 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. CBT 2 CBT 3 ഇല്ല. ജൂണോട് കൂടി തന്നെ എന്ത് പ്രതീക്ഷിക്കാം നമുക്ക്? ഈ പറയുന്ന രീതിയിൽ ജൂണോട് കൂടി തന്നെ എന്ത് വന്നു? ഈ പറയുന്ന രീതിയിൽ ടെക്നീഷ്യന്റെ മറ്റു ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റോട് കൂടി തന്നെ എന്ത് പ്രതീക്ഷിക്കാം നമുക്ക്? ഈ പറയുന്ന രീതിയിൽ അതിന്റെ എംപാനൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും അല്ലെ. അടുത്തത് പാരാമെഡിക്കൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 437 വേക്കൻസികൾ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ 11/3/2026 CBT 1 നടന്നു. CBT 2ഉം 3 ഇല്ല. ജൂണിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങളും ഓഗസ്റ്റോട് കൂടി തന്നെ എന്ത് ചെയ്യും? എംപാനലും ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അല്ലെ. പിന്നെ ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻസ് വിത്ത് ഫൈനൽ സെലക്ഷൻ എക്സ്പെക്ടഡ് ഇൻ ദ നെക്സ്റ്റ് 6 months to 1 year. അതായത് ഈ പറയുന്ന അടുത്ത 6 മാസം 1 വർഷത്തിന് ഇടയ്ക്ക് വെച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളും അതിന്റെ ഈ തീയതികളും മറ്റു കാര്യങ്ങളും തന്നെയാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ഗ്രൂപ്പ് ഡി, എല്ലാവർക്കും ഗ്രൂപ്പ് ഡിയുടെ അറിയപ്പെടുന്ന തെലങ്കാന ഹൈക്കോടതിയെ ബന്ധപ്പെട്ട് 12 വേക്കൻസികൾ മാറ്റി വെച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ജോലി നൽകുക എന്നൊക്കെ പറഞ്ഞ് വിധികളൊക്കെ എന്ത് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനൊക്കെ ശേഷം ഏകദേശം എന്താണ് 32,438 വേക്കൻസികൾ ഉണ്ടായിരുന്നു. അതിൽ CBT 1 കഴിഞ്ഞു. പിന്നെ CBT 1 എന്തായാലും കഴിഞ്ഞിരുന്നു. ഇപ്പൊ CBT 2 ഇല്ല. അതേപോലെ തന്നെ CBT 3 ഇല്ല. ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട കുറച്ച് കാരണം എന്ത് അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ലോക്കോ പൈലറ്റ് നോക്കുകയാണെങ്കിൽ 10,970 വേക്കൻസികൾ ഉണ്ടായിരുന്നു. CBT 1 കഴിഞ്ഞു, CBT 2ഉം കഴിഞ്ഞു അല്ലെ. CBT 2വിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ 28/7/2026 CBT 2 എന്ന് പറയുന്നത്. ഏകദേശം എന്താണ് 1,50,000 പേര് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റംപ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പറയുന്നതിൽ 30 ഒക്ടോബറോട് കൂടി തന്നെ CBT 3 നടക്കുമെന്ന് പറയുന്നുണ്ട്. CBT 3 പറയുന്നത് 30 ഒക്ടോബർ കൂടി തന്നെ നടക്കത്തുള്ളൂ. നവംബർ മാസത്തോട് കൂടി തന്നെ എന്ത് പ്രതീക്ഷിക്കാം? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഡിസംബർ മാസത്തോട് കൂടി തന്നെ എംപാനൽമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി സെക്ഷൻ കൺട്രോൾ നോക്കുകയാണെങ്കിൽ 368 വേക്കൻസികളാണ് ആകെ ഉള്ളത്. 11/12/2026 പരീക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് CBT 2 ഒന്നുമില്ല. പിന്നെ CBT 3യിലേക്ക് ഏകദേശം 3000 വരുന്ന ആളുകളുണ്ട്. അതിന് 6/6/2026 എന്ത് ചെയ്തു? അതിന്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തെന്നുള്ളതാണ്. ഓഗസ്റ്റ് 2026 കൂടി തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? അതിന്റെ ഇപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും സെപ്റ്റംബറോട് കൂടി തന്നെ എംപാനൽമെന്റും പ്രതീക്ഷിക്കാം. ഈ ജൂനിയർ എഞ്ചിനീയർ നോക്കുകയാണെങ്കിൽ 2585 വേക്കൻസികളാണ് ഉള്ളത്. അതിന് ഈ പറയുന്ന രീതിയിൽ അതിന്റെ CBT 1 കഴിഞ്ഞിരുന്നു. CBT 2 ഈ പറയുന്ന രീതിയിൽ എന്താണ് 2/7/2026 അടുപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത്? CBT 2 എന്ന് പറയുന്നത്. 38,860 പേരാണ് എന്ത് ചെയ്യുന്നത്? CBT 2വിന്. CBT 3 ഇല്ല. സെപ്റ്റംബറോട് കൂടി തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും. ഒക്ടോബർ കൂടി തന്നെ എന്ത് നടക്കും? ഈ പറയുന്ന എംപാനൽമെന്റ് നടക്കും. NTPC ഗ്രാജുവേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ 5110 പേരാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാജുവേറ്റ് ലെവൽ എന്ത് ചെയ്യുന്നത്? അതിനുള്ള വേക്കൻസികൾ ഉണ്ടായിരുന്നത്. 10/7/2026 16/3 മുതൽ 27/3 വരെ ഗ്രാജുവേറ്റിന്റെ എക്സാമിനേഷൻ നടന്നു. 10/7 എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ രീതിയിൽ സെക്കൻഡ് സ്റ്റേജും അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ മൂന്നാമത്തെ സ്റ്റേജ് 30/9/2026 ഡിസംബറോട് കൂടി തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അടുത്ത വർഷം 2027 ജനുവരിയോട് കൂടി തന്നെ എംപാനൽമെന്റ് നടക്കും. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിനേഷൻ വിച്ച് ഈസ് NTPC അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ചില ആളുകൾക്ക് പരീക്ഷ കഴിഞ്ഞു കാണും. എന്നാലും ഈ പറയുന്ന 20-ാം തീയതി വരെ ഇഷ്ടംപോലെ പേർക്ക് പരീക്ഷകളുണ്ട്. NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ പേർക്ക് ഈ പറയുന്ന പരീക്ഷകൾ എന്താണ് ഈ പറയുന്ന 20-ാം തീയതി വരെയുള്ള ഡേറ്റുകളായിട്ട് ഇഷ്ടംപോലെ ദിവസങ്ങളിലായിട്ട് എന്ത് ചെയ്ത് പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് റെയിൽവേ വളരെ അപ്ഡേറ്റഡ് ആണെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പരീക്ഷയുടെ പോലും അടുത്ത സ്റ്റേജ് എന്നാണ് CBT 2 and 3. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് നടക്കും. അതേപോലെ തന്നെ എന്ന് ജോലിക്ക് കയറാൻ വേണ്ടി പറ്റുന്ന ഉൾപ്പെടെയുള്ള ഇപ്പോൾ എംപാനൽമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എംപാനൽമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത്രത്തോളം വളരെ സ്പീഡായിട്ട് തന്നെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? റെയിൽവേ നീക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞതുമായിട്ടുണ്ടായിരുന്ന അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാമിനേഷൻ ഏകദേശം 3058 വേക്കൻസിയുള്ള അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷനകത്ത് നിന്ന് 17/9/2026 എന്ത് ചെയ്യുന്നത്? CBT 2 നടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് അല്ലെ. CBT 2 17/9 എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ രീതിയിൽ CBT 2 നടക്കുക. 4/12 ഡിസംബറോട് കൂടി തന്നെ എന്താണ്? ഡിസംബറോട് കൂടി തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഈ പറഞ്ഞ CBT 3 ടൈപ്പിംഗ് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ മാർച്ച് മാസം, അതായത് അടുത്ത വർഷം മാർച്ച് മാസത്തോട് കൂടി തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഏപ്രിലോട് കൂടി തന്നെ ഏപ്രിൽ അടുക്കുമ്പോഴത്തേനും ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ ആളുകളെ റിക്രൂട്ട് ചെയ്തെടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും സ്പീഡായിട്ട് തന്നെയാണ് ഇത് പരീക്ഷണം മറ്റു കൊണ്ടുപോകുന്നത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കുറച്ചും കൂടി ഈ പറഞ്ഞ ടെക്നിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ട് റെയിൽവേ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള
എന്താണ് കാര്യങ്ങളെല്ലാം തന്നെ റെയിൽവേ ചെയ്തു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ എന്ത് ചെയ്യും നീക്കുപോക്കുകളെല്ലാം റെയിൽവേ നടത്തും. അത് കൂടാതെ തന്നെ ഈ മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെയിൽവേ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വിവിധ പ്രാദേശിക ഭാഷകളായിട്ട് ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഭാഷകളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ അവരുടെ ഭാഷകൾ എക്സാമിനേഷൻ എഴുതുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം തന്നെ ഒരു നല്ലൊരു പ്രതീക്ഷയും കൂടിയാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ ഇനി ഈ പറയുന്ന NDPC എക്സാമിനേഷൻസ് RRB NDPC ഒക്കെ ഇനി എന്താണ്, ഇനി പ്രധാനപ്പെട്ട പുതിയ നോട്ടിഫിക്കേഷൻസ് ഇനി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അല്ലേ. ഇപ്പം ഗ്രൂപ്പ് ഡി ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് ഈ പറയുന്ന NDPC എക്സാമിനേഷൻ ഇനി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ 17/9/2026 കൂടി തന്നെ ആയിരിക്കും CBT 2 നടക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഒരു സെപ്റ്റംബർ മാസം കഴിയുന്നതോടുകൂടി തന്നെ പുതിയ NDPC എന്ത് ചെയ്യും, അവർ നോട്ടിഫിക്കേഷൻ ഉടനെ വിളിക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പുതിയൊരു NDPC എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഉടനെ തന്നെ പഠനം ആരംഭിക്കുക. ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന കഴിഞ്ഞ NDPC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോയി. പറയുന്ന റെയിൽവേ വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നീക്കുകയും ചെയ്യും. അത്യാവശ്യം ആളുകൾ എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൂടി ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, പഠനമൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അതേപോലെ തന്നെ ഈ പറയുന്ന പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ വളരെ എന്താണ് ക്രൂഷ്യലായിട്ട് തന്നെ ഈ പറയുന്ന അത്രത്തോളം ഇപ്പോൾ സീരിയസ്നെസ് ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുപോകുക കേട്ടോ. ഒരുപാട് പേരുടെ സംശയമായിരുന്നു ഈ പറയുന്ന രീതിയിൽ അടുത്ത സ്റ്റേജ് എന്നായിരിക്കും ഈ പറയുന്ന രീതിയിൽ എത്രയുള്ള വേക്കൻസികൾ ഉണ്ടായിരുന്നു, എത്രയുള്ള ആളുകൾ എടുത്തു എന്നുള്ളൊക്കെ സംശയങ്ങളൊക്കെ പൊതുവെ ഉള്ളവർ ഈ പറയുന്ന രീതിയിൽ കുട്ടികൾ മുന്നോട്ടേക്ക് വെക്കുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇപ്പൊ കിട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇനിയുള്ള വരാൻ വേണ്ടി പോകുന്ന NDPC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ നമ്മുടെ NDPCക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വരാൻ വേണ്ടി പോകുന്നുണ്ട് 26 ആയിക്കോട്ടെ, 26 നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, 2027 പറയുന്ന രീതിയിൽ എഴുതാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻ്റെ ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുള്ള ബാച്ച് ഓൾറെഡി നമ്മൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് എങ്ങനെയാണ് ഇപ്പം ജോയിൻ ചെയ്യേണ്ടത്, അതേപോലെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ സ്ട്രക്ചർ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ താഴെ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുന്നു കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറക്കണ്ട, എല്ലാവരും തന്നെ വളരെ ഈ പറയുന്ന രീതിയിൽ എന്താണ് കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് പഠനമൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അതേപോലെ വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഇഫ് എലിജിബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതുക കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ സ്പീഡിൽ ഇപ്പോൾ SSC ഒക്കെ വളരെ സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, റെയിൽവേ കൊണ്ടുപോകുന്നത്. പിന്നെ ചെറിയ ലാഗ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ മറ്റു കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചെറിയ ലാഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത്. എന്നിരുന്നാലും റെയിൽവേ അവരുടെ ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് പരിപാടി എല്ലാം തീർത്ത് ഇപ്പം പരീക്ഷയും അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം പെട്ടെന്ന് തീർത്തൊരു ജോലിയിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും NDPC നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.